ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ചാനൽ അബ്രാർ ബ്ലോഗ്സിലേക്ക് ഏവർക്കും സുസ്വാഗതം. അപ്പം ഞാൻ അബ്രാർ മുഹമ്മദ്, എന്നെ നിങ്ങൾക്ക് അബി എന്ന് വിളിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? ഞാൻ പറയാം. നമ്മുടെ ഉബുണ്ടു 18.4 ഉണ്ടല്ലോ, നമ്മുടെ ഉബുണ്ടു 18.4 ഉബുണ്ടുവിൻ്റെ എല്ലാ വേർഷൻസിലും തന്നെ നമുക്ക് ഇപ്പം നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് അത്യാവശ്യമായിട്ട് യൂട്യൂബിലോ എവിടെയെങ്കിലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണം. ആ വീഡിയോയ്ക്കാണെങ്കിൽ 186 MB അല്ല 200 MB സ്പേസ് ഉണ്ട്. എത്ര GB ആയിക്കോട്ടെ, നമ്മുടെ 50 MB ഒക്കെ മുകളിൽ ഒത്തിരി ഉണ്ടെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് ഷോർട്ടാക്കിയിട്ട് വേണം ഇടാൻ, ഇല്ലെങ്കിൽ നമ്മുടെ നെറ്റെല്ലാം വെറുതെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അത് ഷോർട്ടാകുകയും വേണം, അതേസമയം അതിനകത്തെ കണ്ടന്റുകളൊന്നും നഷ്ടപ്പെടാനും പാടില്ല. അപ്പം അങ്ങനെ ഒരു ആപ്പിനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുന്നത്, ഹാൻഡ് ബ്രേക്ക് ടൂള്. നമ്മുടെ ഉബുണ്ടുവിലെ ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞ ആപ്പിനെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ ഉപയോഗവും കാര്യങ്ങളും എല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ആപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സ്, സൗണ്ട് ആൻഡ് വീഡിയോസിൽ പോകണം. ശേഷം ഇവിടെ കണ്ടോ ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞ ഒരു ടൂളുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് DVD വീഡിയോസും ബ്ലൂറേ എല്ലാം പലതരം മീഡിയാസ് ആക്കി മാറ്റാം. ഫോട്ടോസ് എല്ലാം ഫോർമാറ്റ് മാറ്റി കൊടുത്ത് നമുക്ക് വീഡിയോസും ഫോട്ടോസും എല്ലാം ആക്കി മാറ്റാനുള്ള സംവിധാനം ഇതിനകത്തുണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള യൂസ് എന്ന് പറയുന്നത് നമുക്ക് വീഡിയോസ് എൻകോഡ് ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി എടുത്തുകൊണ്ട് ഹാൻഡ് ബ്രേക്കിനായി ഇപ്പോൾ ക്ലിക്ക് ചെയ്യുന്നില്ല. ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത്, ആദ്യം നമ്മളൊരു ക്ലിപ്പിനെ ഇങ്ങോട്ട് കൊണ്ടുപോകണം എന്നതാണ്. അപ്പോൾ ഞാൻ ഓപ്പൺ സോഴ്സ് എന്ന് കൊടുക്കുകയാണ്. ഓപ്പൺ സോഴ്സിൽ ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഒരു വീഡിയോ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. വീഡിയോസ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിലാണ് എൻകോഡ് എന്ന പേരിലാണ് ഞാനിത് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും, 186.2 MB. അതപ്പോൾ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഇതാണ് ശരിക്കുള്ള ആ വീഡിയോ. കണ്ടോ, സത്യത്തിൽ ഇത് ഒരു ഞാൻ ഇങ്ങോട്ടൊരു പരുത്തമ്പാറ എങ്ങാണ്ടോ ടൂറ് പോയപ്പോൾ എടുത്തതാണ്. അപ്പോൾ നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കിയാൽ 186 MB ഉണ്ട്. അതിൻ്റെ 186.2 MB ആണ് അതിൻ്റെ സൈസ്. നമുക്കപ്പോൾ അതിൻ്റെ സൈസ് കുറയ്ക്കണം. അപ്പോൾ നമ്മൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നമ്മൾ ഹാൻഡ് ബ്രേക്ക് ടൂളിൽ ഇപ്പോൾ അത് കൊണ്ടുപോകുന്നുള്ളൂ. ഇനി നമ്മൾ ഈ പ്രീസെറ്റ് എന്നുള്ള ഓപ്ഷനുണ്ടല്ലോ, അതിൻ്റെ അർത്ഥം നമുക്ക് ഏത് ഫോർമാറ്റിലാണ് നമ്മുടെ വീഡിയോ വേണ്ടതെന്നാണ്. ഇപ്പം നമ്മളിപ്പോൾ ഡിവൈസസ് ആണ് കൊടുക്കേണ്ടത്. ലെജൻസി, പ്രൊഡക്ഷൻ അങ്ങനെയുള്ളതൊന്നുമല്ല നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പം നമ്മൾ കൊടുക്കേണ്ടത് ഡിവൈസസ്. ജനറലൊന്നും കൊടുക്കരുത്, ഡിവൈസസ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മളിപ്പോൾ ഇതാണ് ബേസിക്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപയോഗിച്ച് താനെ പഠിച്ചോളും. ഇതിൽ നമ്മൾ ആൻഡ്രോയിഡ് 480p 30 പിക്സൽ അതാണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഇത് കൊടുക്കാം. പക്ഷേ ആൻഡ്രോയിഡ് 480p 30 കൊടുത്താലാണ് നമുക്ക് എൻകോഡ് ചെയ്യുമ്പോൾ സൈസ് കുറഞ്ഞു കിട്ടുള്ളൂ. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പഴയ നോക്കിയുടെ ഫോണിൽ നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നത് വെച്ചു, പണ്ട് കാലത്ത്. അപ്പോൾ അതിനകത്ത് ഒത്തിരി ക്ലാരിറ്റി ഒന്നും കാണില്ലല്ലോ. നോക്കിയല്ലേ ഏത് ഫോണും, ക്ഷമിക്കണ ചുമയാണ്. അപ്പോൾ ഏത് ഫോണിൽ നിന്ന് നമ്മൾ വീഡിയോ എടുത്താൽ അതിന് ചെറിയ ക്ലാരിറ്റി കുറവുണ്ടെന്ന് വെച്ചോ. അത് 280 പിക്സലേ ഉള്ളൂ എന്ന് വെച്ചോ, 18 MB. നമുക്കത് ഇനിയും കുറയ്ക്കണം എന്നാണേലും നമ്മൾ അത് ചെയ്യാൻ പറ്റില്ല, ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ല. അതല്ല, നമ്മൾ അത് 480p ആയിട്ട് കൂട്ടണം. അങ്ങനെയാണ് നമ്മളിത് ഇതിനകത്ത് നോക്കിയിട്ട് എൻകോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൈസ് കൂടുന്ന ഉള്ളൂ. പക്ഷെ നമുക്ക് 480 ആയിട്ട് കിട്ടും. ഇപ്പം ഞാൻ ഈ വീഡിയോ തന്നെ ഇപ്പം ഒരു 500 പിക്സലാന്ന് വെച്ചു. ഞാനപ്പോൾ ശരിക്കും കൊടുക്കേണ്ട ആൻഡ്രോയിഡ് 576, ഞാൻ പറയുന്നത് മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു. ആൻഡ്രോയിഡ് 576p 25 കൊടുക്കേണ്ടത്. പക്ഷെ എനിക്കത് HD ആയിട്ട് വേണം, സൂപ്പർ HD ആയിട്ട്. അപ്പം ഞാനത് 1080p 30 കൊടുത്താൽ എനിക്കത് സൈസ് കൂടിയാലും സൂപ്പർ HD ആയിട്ട് കിട്ടും. അപ്പം ഞാൻ എന്തായാലും ഇവിടെ ആൻഡ്രോയിഡ് 480p 30 കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് പേര് കൊടുക്കണം. എൻകോഡ് എന്ന് കൊടുക്കാം. എൻകോഡ് ചെയ്ത് കഴിഞ്ഞത്. ഇനി ഈ ഭാഗത്തായിട്ട് നമുക്കത് ഇതിൻ്റെ ലൊക്കേഷൻ കിട്ടും. നമ്മളിപ്പോൾ ഡെസ്ക്ടോപ്പ് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതാ സ്റ്റാർട്ട് എൻകോഡ് കൊടുക്കുക. അപ്പം അത് എൻകോഡ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്.
ഇപ്പം ചെറിയൊരു 34 സെക്കൻഡ് വീഡിയോ ആണ് തോന്നുന്നത്. അതുകൊണ്ട് വളരെ സ്പീഡി ആകുന്നുണ്ട്. ഒത്തിരി ടൈം ഒന്നും എടുക്കില്ല, നമ്മൾ ലാഗടിപ്പിക്കൊന്നുമില്ല. ഇത് പൊളി ആപ്പാണ് ഫ്രണ്ട്സ്. ഞാനിത് എനിക്ക് ഒത്തിരി യൂസ് ആയിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാം ഞാനൊരു DSLR ക്യാമറയിലാണ് ഇത് എടുക്കുന്നത്. അപ്പം ആ ക്യാമറ എന്ന് വെച്ചാൽ സൈസ് വളരെ കൂടുതലായിരിക്കും. ചില വീഡിയോ 1.1 GB വരെ പോകും. അതല്ല എനിക്ക് ഇതിനകത്തൊരു കൂടിപ്പോയ ഒരു 7.5 മിനിറ്റ് കൊണ്ടൊക്കെ ശരിയായി കിട്ടും. അതിൽ കൂടുതൽ ടൈം എടുത്തിട്ട് എനിക്ക് ചരിത്രമില്ല. 2.3 GB വീഡിയോ വരെ എനിക്കതിനകത്ത് 7.5 മിനിറ്റ് കൊണ്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ഞാൻ അടുത്ത വീഡിയോ നമ്മൾ സിമ്പിളായിട്ട് സ്ക്രീൻ റെക്കോർഡിംഗ് ഉബുണ്ടുവിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പിനെ പറ്റിയാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. പിന്നെ ഞാനൊരു വീഡിയോയിൽ ഇതിൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പ് കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ കിട്ടും. അടുത്ത 2 വീഡിയോയിലേക്കുള്ള കണ്ടന്റും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ലിങ്ക് ബട്ടൺ കൂടി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പം നോട്ടിഫിക്കേഷൻസ് വാങ്ങിച്ചത് കയറി കാണാൻ. നിങ്ങളുടെ ഓരോ ലൈക്കും സബ്സ്ക്രൈബും എനിക്ക് കിട്ടുന്ന ഓരോ സപ്പോർട്ടാണ്. ആ ഓരോ സപ്പോർട്ടും പവർ കിട്ടും ഫ്രണ്ട്സ്. പവർ വേണം, നമുക്ക് പവർ വേണം. എനിക്കൊരാഗ്രഹമുണ്ട് യൂട്യൂബിൽ സിൽവർ പ്ലേ ബട്ടൺ കിട്ടണമെന്ന്. അത് കിട്ടുമായിരിക്കും. ഇതിന് മുമ്പ് ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിപ്പോൾ വലിയ സക്സസ് ഒന്നും ആയില്ല. അതുകൊണ്ടാണ് ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. നന്നാവുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അപ്പോൾ നമുക്ക് നമ്മുടെ എൻകോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എൻകോഡ് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരും. എൻകോഡ് കംപ്ലീറ്റ്, പുട്ട് ഡൗൺ ദ കോക്ടെയിൽ യുവർ ഹാൻഡ് റൈറ്റ് ഈസ് ഡൺ എന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിൽ കളഞ്ഞിട്ട് നമുക്കിനി ഡെസ്ക്ടോപ്പിൽ ചെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ എൻകോഡഡ്. നോക്കിയേ, ഇപ്പൊ കണ്ടോ 186 MB വീഡിയോ ആയിരുന്നത്. അതിപ്പോ എന്നാ പറ്റി 14.5 MB ആയിക്കൊണ്ട്. അതിന്റെ ഒരു 34 സെക്കൻഡിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും ഇടയ്ക്ക് കട്ടാവില്ല ഫ്രണ്ട്സ്. ഞാൻ ഗ്യാരണ്ടി ചെയ്യാം, അത് ഒരിക്കലും അങ്ങനെ ആവില്ല, എനിക്ക് ഉറപ്പ് കേസാണ്. ഇനി നമുക്ക് അതേ വീഡിയോ തന്നെ എന്തായാലും ഞാൻ അതിനെ ട്രാഷിലേക്ക് മാറ്റിയാണ്. വെറുതെ സ്പേസ് കളയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ ഞാൻ അതിനെ ട്രാഷിലേക്ക് കളഞ്ഞു. ഇനി ഇതേ വീഡിയോ നമുക്കൊന്നുകൂടെ എൻകോഡ് ചെയ്ത് നോക്കാം. അതും എങ്ങനെയാണെന്നറിയോ, ഡിവൈസസിൽ 180p30 കൊടുത്ത് നോക്കാം. നമുക്കപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ 480 പിക്സലായിരുന്നു. നമുക്കിനി ഇത് കൂട്ടി നോക്കാം. എൻകോഡഡ് തന്നെ കൊടുക്കാം. ഞാൻ ഇപ്രാവശ്യം ലൊക്കേഷൻ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. നിങ്ങൾ ആ ലൊക്കേഷൻ അറിയാൻ വഴിയില്ല. നമുക്ക് ഇതിൽ കുറച്ച് ലൊക്കേഷനുകളുടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതൊന്നും അല്ലെങ്കിൽ നമുക്ക് അതർ കൊടുത്തിട്ട് ഡെസ്ക്ടോപ്പിൽ നിന്ന് വീഡിയോസ് ഞാൻ എൻ്റെ ഒരു ഫോൾഡറിലോട്ട് കൊടുക്കുകയാണ്. ഓപ്പൺ എൻകോഡഡ് എന്ന പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് എൻകോഡിങ് കൊടുക്കാം. ഇതിൽ നമ്മൾ നമ്മുടെ വീഡിയോയുടെ സൈസ് വലുതാക്കിയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് ഇനി ഭാവിയിൽ സൂപ്പർ റോസ്റ്റിംഗ് വീഡിയോസ് എല്ലാം ചെയ്യാം. ഇപ്പം ഞാൻ നിലവിൽ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വീഡിയോ, റുബിക്സ് ക്യൂബ് സോൾവിങ്ങും പിന്നെ ഈ വീഡിയോസാണ്. എല്ലാ തരത്തിലുള്ള വീഡിയോ, ട്രാവലിംഗ്, ഫുഡ്, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കതിന് പറ്റത്തുള്ളൂ. ഇതുവരെ കിട്ടിയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിന് എണ്ണം വെറും 3 സബ്സ്ക്രൈബേഴ്സാണ്. കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും സബ്സ്ക്രൈബേഴ്സിനോട് നമ്മൾ ചോദിച്ച് വാങ്ങിക്കരുത് ഫ്രണ്ട്സ്. കാരണം നമ്മുടെ വീഡിയോ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ സ്വയം സബ്സ്ക്രൈബ് ചെയ്യും. നമ്മുടെ വീഡിയോ ഒരാൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ സ്വയം സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അത് ശരിക്കും ഒരു വിജയമാകുന്നത്. ഇത് ഞാൻ പറഞ്ഞത് ഒത്തിരി ഫേമസ് യൂട്യൂബേഴ്സ് മുമ്പ് പറഞ്ഞിട്ടുള്ള ഡയലോഗാണിത്. ഞാനിതൊന്നുകൂടെ പറഞ്ഞേ ഉള്ളൂ. അടുത്ത വീഡിയോ എന്തായാലും നമ്മൾ വോക്കോ സ്ക്രീൻ എൻജി എന്ന് പറഞ്ഞൊരു ആപ്പിനെ ഈ ഒരു ആപ്പിനെ സ്ക്രീൻ റെക്കോർഡിങ് ആപ്പിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ളതാകാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. ഒരു ദിവസം തന്നെ ഞാൻ 3-4 വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്, അറിയാമോ? ഇതിപ്പോൾ ഒത്തിരി ടൈം എടുക്കുമെന്ന് തോന്നുന്നു.
ഫ്രണ്ട്സ്. അപ്പം ഇത് എൻകോഡായി കഴിയട്ടെ. ഞാനപ്പോൾ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുകയാണ്. ഇത് സ്ക്രീൻ റെക്കോർഡിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് കുഴപ്പമില്ല അല്ലേ? ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ഇനി ഈ ചാനലിൽ വരുത്താൻ ഞാൻ ശ്രമിക്കാം ഫ്രണ്ട്സ്. ഇനി നമ്മൾ ഇതുപോലെ ഒത്തിരി ആപ്പുകളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസും വോക്കോ സ്ക്രീൻ എൻജി, കേഡൻ ലൈവ്, ഹാൻഡ് ബ്രേക്ക് അങ്ങനെയുള്ള ഉബുണ്ടുവിലെ ആപ്പുകളെല്ലാം ഞാൻ പരിചയപ്പെടുത്തിക്കൊണ്ട് വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ റുബിക്സ് ക്യൂബ്, കുക്കിംഗ്, ഫുഡ്, നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പം നിങ്ങളുടെ എല്ലാവരുടെ ഒരു സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ എനിക്ക് ചോദിക്കാൻ. നിങ്ങളിൽ നിന്ന് ഞാൻ അതാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും, ഇതുവരെ 3 സബ്സ്ക്രൈബേഴ്സും, ഇനി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും, ഇനി സബ്സ്ക്രൈബ് ചെയ്യാനിരിക്കുന്നവർക്കും, ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് താങ്ക്സ്. ഭാവിയിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ബിഗ് താങ്ക്സ്. അത് മാത്രമാണ് ഫ്രണ്ട്സ് എനിക്കിപ്പം പറയാൻ കഴിയത്തുള്ളൂ. വേറൊന്നും പറയാൻ കഴിയില്ല. എന്തായാലും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും വളരെ നന്ദി അതറിയിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ എൻകോഡ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്കതൊന്ന് നോക്കാം. ഇപ്പം പഴയ ഫയലായിരുന്നു. ഇതാണ് പുതിയ ഫയൽ. 45.7 MB ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കതിൻ്റെ ഒന്ന് കണ്ടു നോക്കാം. അത് 180 പിക്സലാണ്. ഇനി മുമ്പത്തെ വീഡിയോയും ഇതും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കണ്ടുപോയിക്കേ, ഇത് മുമ്പത്തെ വീഡിയോ, ഇത് പുതിയ വീഡിയോ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപോയിക്കോളൂ. നിങ്ങളുടെ ഇഷ്ടം പോലെ കണ്ടുപോയി. ഇതിനേക്കാൾ നല്ല ക്ലാരിറ്റി ഉണ്ടെന്ന് ഇത് കണ്ടാൽ മനസ്സിലാകും. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് 2 ഞാൻ ട്രാഷിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരെ നിങ്ങൾ കാത്തിരിക്കുക. അപ്പം ഇറ്റ്സ് മീ അബ്രാർ സൈനിങ് ഓഫ്.